പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ഡെയിലി പ്രോമിസ് വേർഡിലൂടെ ദൈവവചന ശുശ്രൂഷകൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. വിശേഷാൽ ഒരുമിച്ച് ഈ വചനങ്ങൾ ധ്യാനിക്കുന്ന, എല്ലാ പ്രഭാതത്തിലും എഴുന്നേറ്റ് ഈ വചനങ്ങൾ കേൾക്കുന്ന, ദൈവവചനത്തെ ധ്യാനിക്കുന്ന, ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ശക്തീകരിക്കട്ടെ. അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷകൾ അനേകർക്ക് പ്രയോജനമായി തീരാൻ, ദൈവവചനം അനേകർക്ക് ഇതൊരു അനുഗ്രഹമായി തീരാൻ, ഒത്തിരി ജനങ്ങൾക്ക് ദൈവിക വാഗ്ദത്തങ്ങളെ പ്രാപിക്കാൻ നിങ്ങൾ ഈ വചനങ്ങൾ ഷെയർ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇങ്ങനെ ഒരു ദൈവിക ശുശ്രൂഷകൾ അനേകർക്ക് പ്രയോജനപ്രദമായി തീരുവാനായിട്ട് ദൈവം തന്ന നിയോഗങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവ നിയോഗത്തിനകത്ത് ഒരുമിച്ച് ഒരേ ദർശനത്തോടെ യാത്ര ചെയ്യുവാൻ, ഈ ശുശ്രൂഷയോടുള്ള നിങ്ങളുടെ താല്പര്യങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങൾ അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ വലിയ വിജയം നിങ്ങൾക്ക് കർത്താവ് നൽകുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം വിജയം തരുന്ന ദൈവമാണ്. നിങ്ങളെ വിജയിപ്പിക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ മക്കളുടെ വിഷയങ്ങളിൽ ശത്രു ഒരിക്കലും അവരെ തകർത്ത് കളയാൻ അനുവദിക്കാതെ വലിയ വിജയം നിങ്ങൾക്ക്, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ തലമുറകൾക്ക് ഒക്കെ കർത്താവ് നൽകുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ യഹോവ മോശയോട്, നീ ഇത് ഓർമ്മയായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കുക. ഞാൻ അമാലേക്കിൻ്റെ ഓർമ്മ ആകാശത്തിൻ്റെ കീഴിൽ നിന്ന് അശേഷം മായ്ച്ചു കളയുമെന്ന് കൽപ്പിച്ചു. പിന്നെ മോശ ഒരു യാഗപീഠം പണിതു. അതിന് യഹോവ നിസി, യഹോവ എൻ്റെ കൊടി എന്ന് പേരിട്ടു. പ്രിയമുള്ളവരെ, യഹോവ നിസി, യഹോവ എൻ്റെ കൊടി എന്ന് മോശ ഒരു യാഗപീഠം പണിതിട്ട് അതിന് പേരിടുകയാണ്. മോശയോട് ദൈവം പറഞ്ഞതാണ്, നമ്മൾ ആരംഭത്തിൽ വായിച്ചത്, നീ ഇത് ഓർമ്മയായിട്ടൊരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കുക. കാര്യം അമാലേക്കിൻ്റെ ഓർമ്മ ആകാശത്തിൻ്റെ കീഴിൽ നിന്ന് അശേഷം മായ്ച്ചു കളയുമെന്ന് കൽപ്പിച്ചു. അശേഷം മായ്ച്ചു കളയും. വലിയൊരു വിജയം അമാലേക്കിൽ നിന്ന് തൻ്റെ ജനത്തിന് ദൈവം നൽകി കൊടുത്തു. മോശയുടെ കൈ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഇസ്രായേൽ ജനം ജയിച്ചു വന്നതായിരിക്കുന്ന യുദ്ധത്തിൽ യോശുവയുടെ നേതൃത്വത്തിലുള്ള ജനം അവർക്ക് വലിയ വിജയം നൽകിക്കൊടുത്തൊരു ദൈവം. ഇന്ന് നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥനകൾ വലിയ വിജയമാക്കി സ്വർഗത്തിലെ ദൈവം നൽകി തന്ന് അനുഗ്രഹിക്കുവാനിടയായി. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ, ശത്രു അതിനെ തടയാൻ ശ്രമിച്ചതെല്ലാം മാറ്റിയിട്ട് വലിയ വിജയം കർത്താവ് നൽകി തരും. ദൈവത്തിൻ്റെ വചനം അങ്ങനെ പറയുകയാണ്, യഹോവ നിസി, കൊടിയാണ്. യഹോവ എൻ്റെ കൊടി എന്ന് പേരിട്ടു. ആദ്യകാലങ്ങളിൽ യുദ്ധ സൈന്യങ്ങൾ, ചില ആളുകൾ കൂട്ടം തെറ്റിപ്പോയി കഴിഞ്ഞാൽ അവരുടെ മധ്യേ ഒരു കൊടി ഉണ്ടായിരിക്കും. ആ കൊടി അവർ ഉയർത്തിപ്പിടിക്കും. ഈ ആളുകൾ കൂട്ടം തെറ്റിപ്പോയതായ ചില സൈന്യാധിപന്മാർ ഈ കൊടിയാണ് നോക്കുന്നത്. പെട്ടെന്ന് അവർക്ക് കാണാൻ കഴിയുകയില്ല ആളുകളെ. അവർ കൊടി നോക്കിയാണ് പെട്ടെന്ന് സ്ഥലം കണ്ടുപിടിച്ച് അവരിലേക്ക് എത്തിപ്പെടാനായിട്ട് ശ്രമിക്കുന്നത്. എന്നതുപോലെയാണ് ഈ കൊടി തൻ്റെ ജനത്തെ തന്നോട് കൂടെ നടത്തുന്ന ഒന്നാണ്.
ഒരു തിരിച്ചറിവാണ് ഈ കൊടിയെന്നത്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം വിജയം തരുന്ന ദൈവമാണ്, വിജയിപ്പിക്കുന്ന ദൈവമാണ്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് ദൈവത്തിനൊന്ന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഒത്തിരി ആളുകൾ ജീവിതത്തിൽ തകർന്നു കിടക്കുമ്പോൾ കൃപയാൽ ദൈവം നിങ്ങളെ താങ്ങി നടത്തുന്ന ദൈവകൃപയോ ഓർത്ത്, ദൈവം ജീവിതത്തിൽ വിജയം തന്ന ദൈവകൃപയോ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് തകർന്നു കിടക്കുന്നവർക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിച്ചു, ദൈവമേ അവരെയും കൂടെ വലിയ വിജയം നൽകി, അവരുടെ ജീവിതത്തിൽ വിജയം നൽകി എഴുന്നേൽപ്പിക്കുവാൻ അങ്ങ് കഴിയും. അങ്ങ് വിജയിപ്പിക്കുന്ന ദൈവമാണ്, വിജയിച്ച ദൈവമാണ്. അങ്ങേപ്പോലെ ആരുമില്ല എന്നൊന്ന് പറഞ്ഞ് ദൈവത്തിൽ ഒന്ന് ആശ്രയിച്ച് മുന്നേറുവാൻ കർത്താവ് സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ ഈ ദൈവം തൻ്റെ ജനത്തിന് വിജയം നൽകി കൊടുക്കുന്ന ദൈവമാണ്. വിജയിച്ച ഒരു ദൈവം കൂടെയുണ്ട്. മരണത്തെ ജയിച്ച് വിജയിച്ച ദൈവം. ഇന്നത്തെ ദിവസം വിജയം നിങ്ങൾക്കുണ്ട്. ശത്രു നിങ്ങളെ തകർക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ശത്രുവിൻ്റെ മുൻപിൽ എറിഞ്ഞു കൊടുത്തിട്ട് മാറി നിന്ന് കണ്ടു ചിരിക്കുന്ന ഒരു ദൈവമല്ല ഈ സ്നേഹവാനായ ദൈവം. തൻ്റെ ജനത്തോട് കൂടെ ഇരുന്ന് ശത്രുവിൻ്റെ മേൽ വലിയ വിജയം തരുന്നൊരു ദൈവമാണ്. അതിൻ്റെ മുന്നത്തെ 13-ാം വാക്യം ഇങ്ങനെ പറഞ്ഞു: യോശുവ അമാലേക്കിനെയും അവൻ്റെ ജനത്തെയും വാളിൻ്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു. ശത്രുവിനെ തോൽപ്പിച്ചു. സാത്താൻ്റെ സകല ആയുധവർഗവും ക്രൂശിൽ വെപ്പിച്ചിട്ട് സകല പൈശാചിക മണ്ഡലത്തിൻ്റെ മേലും വിജയം കൊണ്ടാടിയ ഒരു യേശു നമുക്കുണ്ട്, പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്കുണ്ട്. ആകയാൽ യേശുവിൽ ആശ്രയിക്കുന്ന നിങ്ങൾക്ക് വിജയമുണ്ട്. യേശു എന്ന നാമത്തിൽ വിജയമുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവ് നൽകുന്ന വിജയത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യും. നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ചില ശത്രുക്കൾ നാളുകളായിട്ട് പോരാടുന്ന ശത്രുവിൻ്റെ പോരുകളിൽ നിന്ന് വലിയ വിജയങ്ങൾ നൽകി ഈ വിജയിയായ ദൈവം നിങ്ങളുടെ വിഷയങ്ങളിൽ മഹത്വമെടുക്കുവാനായിട്ടിടയാം. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഈ ഡെയിലി പ്രോമിസ് വേർഡ് എന്ന മിനിസ്ട്രിയിലൂടെ ദൈവജനങ്ങൾ കേൾക്കുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും അനേകർക്ക് അങ്ങയുടെ വചനം ഷെയർ ചെയ്തെത്തിക്കുകയും ഈ ശുശ്രൂഷകൾ അനുഗ്രഹമായി തീരാൻ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന നിന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ ദൈവത്തിൻ്റെ വചനം വായിച്ചു. യഹോവ മോശയോട്, നീ ഇത് ഓർമ്മയായിട്ടൊരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കുക, ഞാൻ അമാലേക്കിൻ്റെ ഓർമ്മ ആകാശത്തിൻ്റെ കീഴിൽ നിന്ന് അശേഷം മായ്ച്ചു കളയുമെന്ന് കൽപ്പിച്ചല്ലോ. പിന്നെ മോശ ഒരു യാഗപീഠം പണിതു, അതിന് യഹോവ നിസി, യഹോവ എൻ്റെ കൊടി എന്ന പേരിട്ടെന്ന വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു. അതെ, അങ്ങ് വിജയിയായ ദൈവമാണ്, ഞങ്ങളുടെ കൊടിയാണ്, ഞങ്ങളുടെ വിജയിയായ ദൈവം ഞങ്ങളെ വിജയിപ്പിക്കുന്ന ദൈവമാണ്. നിന്റെ മക്കളുടെ ഏതാവശ്യങ്ങളുടെ നടുവിലും വലിയ വിജയങ്ങളുണ്ടായി വിജയകരമായ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ നിന്റെ മക്കളെ സഹായിക്കണമേ. ഈ പ്രഭാതത്തിൽ നല്ല കൂട്ടായ്മ നൽകിയല്ലോ, നന്ദി. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവം വിജയിയാണ്. വിജയിയായ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളൊരു വിജയിയായി മുൻപോട്ട് ജീവിതം നയിക്കുവാനിടയാകും. ശത്രുവിനെ തോൽപ്പിച്ച ദൈവം നിങ്ങളുടെ മുൻപിലും ശത്രു തോറ്റ് നിങ്ങൾക്കൊരു വലിയ വിജയം നിങ്ങളുടെ വിഷയത്തിലുണ്ടാകും. ഗോഡ് ബ്ലെസ് യു. ആമേൻ.